നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പ്രകൃതി ഭൂകമ്പങ്ങൾ സംഹാര താണ്ഡവം നടത്തുന്ന രാജ്യമാണ് ജപ്പാൻ. ഒന്നിനു പിറകെ ഒന്നായി ജപ്പാനുമേൽ പതിക്കുന്ന പ്രകൃതിക്ഷോഭങ്ങൾക്ക് കയ്യും കണക്കുമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഭൂകമ്പ സാധ്യതാ മേഖലകളിൽ ഒന്നുതന്നെയാണ് ജപ്പാൻ. ഇപ്പോൾ ഇതാ വളരെ കാലമായി ജപ്പാൻ ഭയപ്പെട്ടിരുന്ന വിനാശകരമായ ഒരു മെഗാ ഭൂചലനത്തിന്റെ മുന്നറിയിപ്പ് പുറത്തുവന്നിരിക്കുകയാണ്. ഭയാനകമായ ഭൂകമ്പവും തുടർന്നുണ്ടാകുന്ന സുനാമിയും ജപ്പാനെ തകർക്കുമെന്നാണ് മുന്നറിയിപ്പ്. 3 ലക്ഷം മനുഷ്യരെങ്കിലും കൊന്നൊടുക്കപ്പെടും. ജപ്പാന്റെ വാർഷിക DGPയുടെ പകുതിയോളം വരുന്ന സാമ്പത്തിക ബാധ്യത ഉണ്ടാകും. ഏകദേശം $2 ട്രില്യൺ ഇതുമൂലം നഷ്ടമാകുമെന്നാണ് പറയുന്നത്. ജാപ്പനീസ് സർക്കാർ പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഈ മുന്നറിയിപ്പുള്ളത്. ടോക്കിയോയ്ക്ക് പടിഞ്ഞാറുള്ള ഷിസുവോക്കയിൽ നിന്ന് കിഷുവിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന 800 കിലോമീറ്റർ ദൂരത്തിൽ കടലിനടിയിലുള്ള കിടങ്ങായ നാൻകായ് തോടിൽ റിക്ടർ സ്കെയിലിൽ 9 തീവ്രതയിൽ ഉണ്ടായേക്കാവുന്ന വലിയ ഭൂകമ്പമാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്തരമൊരു പ്രകൃതി ദുരന്തം ഉണ്ടായാലുള്ള ആഘാതം വിലയിരുത്തിയ 2014 കണക്കിന്റെ പരിഷ്കരിച്ച പുതിയ മുന്നറിയിപ്പാണ് ഇപ്പോൾ സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത്. ജപ്പാനിലെ പസഫിക് തീരത്തിനടുത്തുള്ള നങ്കായ് തോട്ടിൽ ശക്തമായ ഭൂകമ്പം ഉണ്ടാവുകയാണെങ്കിൽ $1.81 ട്രില്യൺ നഷ്ടത്തിന് കാരണമാകുമെന്നാണ് ജാപ്പനീസ് സർക്കാരിന്റെ മുന്നറിയിപ്പ്. ജപ്പാന്റെ തീരപ്രദേശങ്ങളെയാകും ഭൂകമ്പം ബാധിക്കുക. ഭൂകമ്പത്തെ തുടർന്നുണ്ടാകുന്ന സുനാമി ടോക്കിയോയുടെ പടിഞ്ഞാറുള്ള ജപ്പാന്റെ തീരപ്രദേശങ്ങളെ വിഴുങ്ങുമെന്നാണ് ശാസ്ത്രജ്ഞർ കണക്കുകൂട്ടുന്നത്. 2000 പേർ കൊല്ലപ്പെടുകയും 3400 പേർക്ക് പരിക്കുപേൽക്കുകയും ചെയ്ത മ്യാൻമാറിലെ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ജപ്പാനിലും സുനാമിയും ഭൂകമ്പവും നടുക്കം സൃഷ്ടിക്കുന്നത്. ലോകത്ത് ഭൂചലന ഭീഷണി ഏറ്റവും അധികം നേരിടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ജപ്പാൻ. നൻകായി ട്രഫ് മേഖലയിൽ ഏർപ്പെടുന്ന റിക്ടർ സ്കെയിലിൽ 8 മുതൽ 9 വരെ തീവ്രത അനുഭവപ്പെട്ടേക്കാവുന്ന ഭൂചലനത്തിന് 80% സാധ്യതയുണ്ടെന്നാണ് ജപ്പാൻ സർക്കാർ വിലയിരുത്തിയിട്ടുള്ളത്. രാജ്യത്തിന്റെ തെക്കുപടിഞ്ഞാറ് പസഫിക് തീരത്ത് 900 കിലോമീറ്റർ വിസ്തൃതിയിലാണ് നൻകായി ട്രഫ് സ്ഥിതി ചെയ്യുന്നത്. ഫിലിപ്പൈൻ സമുദ്രഫലകത്തിന്റെയും യൂറേഷ്യൻ ഫലകത്തിന്റെയും ചലനങ്ങളാണ് ഈ മേഖലയെ അതിതീവ്ര ഭൂചലനത്തിന് സാധ്യതയുള്ള പ്രദേശമാക്കി മാറ്റുന്നത്. 100 മുതൽ 150 കൊല്ലത്തിനിടയ്ക്ക് ഒരിക്കൽ ഇവിടെ ഭൂചലനം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ. 2011 മാർച്ചിൽ ജപ്പാന്റെ വടക്കുകിഴക്കൻ തീരത്തെ തകർത്ത 9 തീവ്രതയിലുണ്ടായ ഭൂകമ്പത്തിന്റെ അതേ ശക്തിയിൽ തന്നെയുള്ള ഒരു ഭൂകമ്പമായിരിക്കും വീണ്ടും സംഭവിക്കുക എന്നാണ് പുതിയ റിപ്പോർട്ട് പറയുന്നത്. വ്യാപകമായ തകർച്ചകൾക്കും സുനാമിക്കും തീപിടുത്തങ്ങൾക്കുമെല്ലാം കാരണമാകുന്ന സർവ്വസംഹാരം നടത്തുന്ന ഭൂകമ്പമായേക്കാം അത്. മാർച്ച് 31 പുറത്തിറങ്ങിയ പുതിയ റിപ്പോർട്ടിൽ അത്തരമൊരു ഭൂകമ്പം $1.81 ട്രില്യൺ വരെ സാമ്പത്തിക നഷ്ടത്തിനും കാരണമാകും. ജപ്പാന്റെ ഏകദേശം മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ പകുതിയായ 270.3 ട്രില്യൺ യെന്നിന് തുല്യമായ ഈ കണക്ക് മുൻ എസ്റ്റിമേറ്റായ 214.2 ട്രില്യൺ യെന്നിൽ നിന്നുള്ള വമ്പൻ വർധനവിനെയാണ് കാണിക്കുന്നത്. 2024 ദക്ഷിണ ജപ്പാനിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്. 14 പേർക്കാണ് അന്ന് പരിക്കേറ്റത്. തീവ്രത 9 അതിലധികമോ ആയ ഭൂചലനങ്ങളെയാണ് മെഗാ ക്വാക്ക് അല്ലെങ്കിൽ അതിതീവ്ര സംഹാരശേഷിയുള്ളവ എന്ന് വിളിക്കുന്നത്. ഇത്തരമൊരു ഭൂചലനമുണ്ടായാൽ ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് $1.81 ട്രില്യൺ നഷ്ടമുണ്ടാകും എന്നതുമാണ് ജപ്പാനെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത്. തീവ്രത 9 രേഖപ്പെടുത്തുന്ന ഭൂചലനം ഉണ്ടാകുന്ന പക്ഷം 10 ലക്ഷത്തിലധികം ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. രാജ്യത്തിന്റെ ആകെ ജനസംഖ്യയുടെ 10% വരും ഇത്. തണുപ്പുകാലത്ത് രാത്രി വൈകിയാണ് അതിതീവ്ര ഭൂചലനം ഉണ്ടാകുന്നതെങ്കിൽ സുനാമിയെയും കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതിനെയും തുടർന്ന് 2,98,000 പേർക്കെങ്കിലും ജീവൻ നഷ്ടമായേക്കുമെന്നും റിപ്പോർട്ട് പറയുന്നു. ഇതിനുള്ള കാരണങ്ങൾ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്. ജനം ജോലി കഴിഞ്ഞ് വീടുകളിലേക്ക് തിരികെ പോകുന്ന സമയമായിരിക്കും അത്. റോഡുകളിലും പൊതുഗതാഗത സ്റ്റേഷനുകളിലും വലിയ ജനത്തിരക്ക് ആ സമയത്തുണ്ടാകും. ഈ സമയത്ത് വീടുകളിൽ പാചകം ചെയ്യുന്ന തിരക്കുമായിരിക്കും. അതുപോലെ തന്നെ ഹീറ്റിംഗ് സംവിധാനങ്ങൾ വീടുകളിലും മറ്റു താമസ സ്ഥലങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ടാകും. ഇത് തീപിടുത്തത്തിന്റെ സാധ്യത ഇരട്ടിപ്പിക്കും. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭൂകമ്പ സാധ്യതയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ജപ്പാൻ. ഭൂകമ്പപരമായി സജീവമായ കടൽത്തീര മേഖലയായ നങ്കായ് തോട്ടിൽ 8 മുതൽ 9 വരെ തീവ്രതയുള്ള ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യത 80% സർക്കാർ കണക്കാക്കുന്നു. ജപ്പാന്റെ പസഫിക് തീരത്ത് ക്യൂഷുവിന്റെ തെക്കുകിഴക്കൻ ജലാശയത്തിനടുത്തുള്ള ഹ്യൂഗനാഡ മുതൽ മധ്യ ജപ്പാനിലെ സുരുഗ ഉൾക്കടൽ വരെ ഏകദേശം 800 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഒരു കടലിനടിയിലെ കിടങ്ങാണ് നങ്കായ് തോട്.
ജപ്പാൻ കാലാവസ്ഥാ ഏജൻസിയുടെ അഭിപ്രായപ്രകാരം ഫിലിപ്പൈൻ കടൽ ഫലകം ഈ മേഖലയിലെ യൂറേഷ്യൻ ഫലകത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഇത് ഇടയ്ക്കിടെ പിന്നോട്ട് നീങ്ങാൻ കാരണമാകുന്നു. ഈ ചലനമാണ് മെഗാ കുഴപ്പത്തിനും സുനാമിക്കുമെല്ലാം കാരണമാകുന്നത്. കെട്ടിടങ്ങൾ, റോഡുകൾ, പാലങ്ങൾ എന്നിവയുടെ തകർച്ചയിലൂടെ ഉണ്ടാകുന്ന നേരിട്ടുള്ള സാമ്പത്തിക നഷ്ടം, ഇതുകൂടാതെ ദൂരവ്യാപക ഫലങ്ങൾ സൃഷ്ടിക്കുന്ന സാമ്പത്തിക തകർച്ച വേറെയും. 270 ട്രില്യൺ ജപ്പാൻ യെൻ ഏകദേശം $1.8 ട്രില്യൺ ആയിരിക്കും. ജപ്പാൻ നേരിടാൻ പോകുന്ന സാമ്പത്തിക നഷ്ടം ഇത്രയായിരിക്കും. ഈ കണക്ക് ജപ്പാന്റെ വാർഷിക GDPയുടെ പകുതി വരുമെന്നാണ് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം. $3.6 ട്രില്യൺ ജപ്പാന്റെ വാർഷിക GDPയായി കണക്കാക്കുന്നത്. ഇതിന്റെ പകുതിയോളം സാമ്പത്തിക നഷ്ടമുണ്ടായാൽ ജപ്പാന്റെ നടുവ് തളർത്തുന്ന പ്രഹരമായിരിക്കും അത്. ഇനി ഭൂകമ്പത്തേക്കാൾ ഭയക്കേണ്ടത് ഇതിന്റെ ആഘാതത്തിൽ ഉണ്ടാകാൻ ഇടയുള്ള സുനാമിയാണ്. അതായിരിക്കും കൂടുതൽ ക്രൂരനാകുന്ന കൊലയാളി. 2011 ഭൂകമ്പ സമയത്തും മനുഷ്യജീവനുകൾ കൂടുതൽ കവർന്നത് സുനാമിയായിരുന്നു. അതിനോട് ഒത്ത ഒന്നു തന്നെയാണ് ഇനിയും പ്രതീക്ഷിക്കുന്നത്. 2011 സുനാമിയുടെ തീവ്രതയിൽ ഉണ്ടാകുന്ന സുനാമി തന്നെയായിരിക്കും ഇത്തവണ ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. ഇതിൽ ഭൂകമ്പത്തിനുണ്ടാകുന്നതിനേക്കാൾ 3 ഇരട്ടി മരണം സംഭവിക്കുക എന്നതാണ് സർക്കാർ റിപ്പോർട്ടിൽ പറയുന്നു. സുനാമിയിൽ 9,50,000 പേർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ട്. 2.35 ദശലക്ഷം വീടുകളെങ്കിലും തകരാനും ഇടയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. വടക്കുകിഴക്കൻ ഭാഗത്തുള്ള ഷിസുവോക്ക പ്രീഫെക്ചറിലെ സുരുഗ ഉൾക്കടൽ മുതൽ തെക്കുപടിഞ്ഞാറുള്ള ഹ്യൂഗനാഡ കടൽ വരെ നങ്കായ് തോട് വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഇത് ഫിലിപ്പൈൻ കടൽ ഫലകം യൂറേഷ്യൻ ഫലകത്തിന് കീഴിലുള്ള അതിർത്തിയെ അടയാളപ്പെടുത്തുന്നു. പ്ലേറ്റുകൾ നീങ്ങുമ്പോൾ അവ കുടുങ്ങിപ്പോവുകയും അവ പൊട്ടിപ്പോകുമ്പോൾ പുറത്തുവിടുന്ന വലിയ അളവിലെ ഊർജം ശേഖരിക്കപ്പെടുകയും ഒരുപക്ഷെ വലിയ ഭൂകമ്പങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. നങ്കായ് തോട്ടിൽ നൂറ്റാണ്ടുകളായി രൂപപ്പെട്ടിട്ടുള്ള ടെക്ടോണിക് സ്ട്രെയിൻ ഒരു വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ശരാശരി 100 മുതൽ 150 വർഷങ്ങൾ കൂടുമ്പോൾ നങ്കായ് തോട്ടിൽ വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. തൊഹോക്യു, ക്യോട്ടോ സർവകലാശാലകളിൽ നിന്നുള്ള ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ മേഖലയിൽ 7+ തീവ്രതയുള്ള ഭൂകമ്പമുണ്ടായാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തുടർന്നുള്ള ഭൂചലനത്തിലുള്ള സാധ്യത 100 മുതൽ 3600 മടങ്ങ് വരെ ഉയരുമെന്നാണ്. ഈ മുന്നറിയിപ്പിന് മറുപടിയായി ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി കഴിഞ്ഞ വർഷം ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി നങ്കായ് ട്രഫ് ഭൂകമ്പ സാധ്യതയുള്ളതായി കണക്കാക്കപ്പെടുന്ന 707 മുനിസിപ്പാലിറ്റികളോട് അവരുടെ പ്രതികരണശേഷിയും ഒഴിപ്പിക്കൽ പദ്ധതികളും അവലോകനം ചെയ്യാൻ ഫയർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏജൻസി നിർദ്ദേശിച്ചിരുന്നു. പൊതുജനങ്ങൾ ശാന്തത പാലിക്കാനും ദൈനംദിന സാമൂഹിക സാമ്പത്തിക പ്രവർത്തനങ്ങൾ തുടരാനും ഭക്ഷണം, വെള്ളം എന്നിവ ഉറപ്പാക്കാനും കുടുംബാംഗങ്ങളുമായി കുടിയൊഴിപ്പിക്കൽ പദ്ധതികൾ ചർച്ച ചെയ്തുകൊണ്ട് അടിയന്തര സാഹചര്യങ്ങൾക്കായി തയ്യാറെടുക്കാനും വിദഗ്ധരും ഉദ്യോഗസ്ഥരും ജപ്പാൻ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ നഗരങ്ങൾ, ബീച്ചുകൾ എന്നിവ അടച്ചുപൂട്ടുകയും വാർഷിക പരിപാടികൾ റദ്ദാക്കുകയും ചെയ്തു. ഭൂകമ്പവുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ എപ്പോഴും ജപ്പാൻ ഇടം നേടാറുണ്ട്. 2011 മാർച്ചിൽ ഉണ്ടായ ട്രിപ്പിൾ ദുരന്തമാണ് ഇതിൽ ഏറ്റവും വലുത്. 4 പ്രധാന ടെക്ടോണിക് പ്ലേറ്റുകളുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ജപ്പാൻ ലോകത്തിലെ ഏറ്റവും ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഒന്നു തന്നെയാണ്. ജപ്പാനും അതിന്റെ പരിസര പ്രദേശങ്ങളും ലോകത്തിലെ ഭൂകമ്പങ്ങളുടെ 18% വഹിക്കുന്നത് ഈ മേഖലയിലെ സജീവമായ ടെക്ടോണിക് പ്രവർത്തനം മൂലമാണെന്ന് ഇബാരാക്കയിലെ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിസ്മോളജി ആൻഡ് എർത്ത്ക്വേക്ക് എഞ്ചിനീയറിംഗിലെ ഭൂകമ്പ ശാസ്ത്രജ്ഞനായ സെയ്കോ കിറ്റ വാഷിംഗ്ടൺ പോസ്റ്റിനോട് പറഞ്ഞത് ഈയിടെ വാർത്തയായിരുന്നു. ഓരോ വർഷവും ജപ്പാനിൽ ഏകദേശം 1500 ഭൂകമ്പങ്ങൾ അനുഭവപ്പെടാറുണ്ട്. ഏകദേശം ഓരോ 5 മിനിറ്റിലും ഭൂകമ്പ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുന്നുമുണ്ട്. ഇനിയും തുടർച്ചയായ ഒരു മെഗാ ഭൂകമ്പം കൂടി ജപ്പാനിൽ ഉണ്ടായാൽ അത് ജപ്പാനെ എത്രമാത്രം ബാധിക്കും എന്ന് പറയാൻ പറ്റില്ല. മെഗാ ഭൂകമ്പത്തിന്റെ വിനാശം അതിജീവിക്കാനും നേരിടാനുമുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ രാജ്യവും അധികൃതരും. മലയാളി വാർത്ത ഇൻസൈഡ്.